എടുക്കാത്ത? അമ്മ ഞാനാ. പറയും മോളെ, എന്താ? അമ്മ വീട്ടിലെ കാർ അയക്കും, ഞാൻ അങ്ങോട്ട് വരുവാ. എനിക്കിനി ഇവിടെ കഴിയാൻ പറ്റില്ല. എന്തൊക്കെയാ മോളെ നീ പറയണത്? നീ അവനുമായിട്ട് വഴക്കിട്ടോ? എന്നെ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ. അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുത്തില്ല എന്നും പറഞ്ഞ് വഴക്കിട്ടങ്ങ് പോയമ്മേ. അപ്പോൾ അതാണ് കാര്യം. ഇന്ന് എൻ്റെ മോളെ വീട്ടിൽ എന്തൊക്കെ പണി ചെയ്തു. ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? ഇവിടുത്തെ എല്ലാ പണികളും അമ്മ ചെയ്തോളും. അമ്മയുടെ കൈയൊന്ന് മുറിഞ്ഞു, അതാണ് എല്ലാത്തിനും കാരണം. എൻ്റെ മോൾക്ക് കല്യാണത്തിന് എത്ര രൂപയാണ് ചിലവാക്കിയെന്നറിയോ? അതെന്തിനാ ഞാൻ അറിയണേ? അത് പേരൻസിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതല്ലേ, ഇങ്ങോട്ടും ചില ഉത്തരവാദിത്വമുണ്ട്, അതറിയോ എൻ്റെ മോൾക്ക്? നീ ഈ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ. നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ജോലിയുണ്ടോടി? എന്താടി ഒന്നും പറയാത്ത? പറയടി. ജോലിയില്ല, വീട്ടിലെ പണിയെടുക്കില്ല, പിന്നെ ഞങ്ങളുടെ കാശ് കണ്ടിട്ടുള്ള അഹങ്കാരമാണോടി നിനക്ക്? അവൻ പിന്നെ എന്ത് ചെയ്യണോടി? നിന്നെ പൊക്കിക്കൊണ്ട് സിനിമയ്ക്ക് പോകണോ? അവരുടെ വീട്ടിൽ പോയിരുന്നിട്ട് കൊച്ചമ്മ ചമയുവാണോ? കല്യാണം കഴിഞ്ഞാൽ അതാണ് നിൻ്റെ വീട്, മനസ്സിലായോ? എന്താ അമ്മ ഈ പറയണേ? എനിക്ക് ആരുമില്ല. എങ്ങനെ ഉണ്ടാകുമടി? അമ്മായിയമ്മയും അമ്മയായും ഭർത്താവിനെ സ്നേഹിച്ചും കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. സിനിമയല്ല ജീവിതം. എൻ്റെ മോൾക്ക് വല്ലതും മനസ്സിലായോ? എന്നാലും അമ്മേ, ഒരെന്നാലും ഇല്ല. നീ അമ്മയ്ക്ക് പോയി ചായ ഇട്ട് കൊടുക്ക. വയസ്സായ അമ്മയെ പണി ചെയ്യിപ്പിച്ച് നീ കൊച്ചമ്മ ചമയുവാണോ? സിനിമ ഇന്ന് പോകും, നാളെ വരും. സിനിമയല്ല ജീവിതം, മനസ്സിലാക്കിക്കോ. അമ്മ മോളുടെ നല്ലതിന് വേണ്ടി പറയുക. മോളോട് അമ്മയ്ക്ക് ഇഷ്ടക്കേടില്ല കേട്ടോ. മോൾ അമ്മയെ പോയി സഹായിക്ക്. വീട്ടിലെ പണികളെല്ലാം ചെയ്യണം. മോളും അമ്മായിയമ്മയും വഴക്കിടാതെ സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കണം കേട്ടോ. ഇത് കാണുന്ന നിൻ്റെ ഭർത്താവ് ഒരു സിനിമയ്ക്കല്ല 100 സിനിമയ്ക്ക് നിന്നെ കൊണ്ടുപോകും, നോക്കിക്കോ. ശരി അമ്മേ, എൻ്റെ മോൾക്ക് നല്ലതേ വരൂ. മോൾ അമ്മയ്ക്കൊരു ചായ ഇട്ട് കൊടുക്ക്. ശരി. എന്തൊക്കെ കാണണം. നല്ല നിലയിൽ കല്യാണം കഴിച്ച് കൊടുത്താൽ മാത്രം പോരാ, ഗുണദോഷിച്ച് അവിടെ നല്ല നിലയിൽ ജീവിക്കാൻ കൂടി പഠിപ്പിക്കണം. നമ്മളല്ലാതെ പിന്നെ ആരാ ഗുണദോഷിക്കാൻ? കല്യാണം കഴിച്ച് വിട്ട പാട് നമുക്കല്ലേ അറിയുള്ളൂ. ഇതൊക്കെ അറിയണമെങ്കിൽ അവളും ഈ പ്രായം ആകണം. പാവം ഏട്ടൻ എത്ര കാലം പണിയെടുത്ത കാശാ. ഇത് വല്ലതും അവൾക്കറിയണോ? ഏതായാലും നല്ലൊരു മരുമോളെ എനിക്ക് കിട്ടി, അതാണ് എൻ്റെ ഭാഗ്യം. നല്ലത് പറഞ്ഞു കൊടുത്ത് പിള്ളേരെ വളർത്തണം, എങ്കിൽ കുടുംബം ഭദ്രം. അമ്മ സാമ്പാരത്തിൽ കാന്താരി ഇടണോ? അമ്മയ്ക്ക് എരിവ് ഇഷ്ടമല്ലല്ലോ. സാമ്പാരല്ല മോളെ, സംഭാരം. സോറി അമ്മേ, സംഭാരം. ഒരെണ്ണം ഇട്ടോ മോളെ, കുഴപ്പമില്ല. അതേ അച്ഛൻ വന്നു, അച്ഛനൂടെ എടുത്തോ മോളെ. ശരി അമ്മേ. റോഡിലൊക്കെ നല്ല മഴയുണ്ടോ ഏട്ടാ? കോട്ടിട്ടിരിക്കുന്നു. മോളെന്താ ഉണ്ടാക്കണേ? സുഖിയനോ? എന്നോട് പറയണ്ട മോളെ, ഞാൻ സഹായിക്കില്ലേ? വേണ്ടമ്മേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മയുടെ കൈ വയ്യല്ലോ. ഇനി വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്തോളാം അമ്മേ. എല്ലാ പണികളും ഒന്നും ചെയ്യണ്ട. ഇപ്പം ഞാനില്ലേ നല്ല ഉഷാറായിട്ട്. മോൾക്കാവുന്ന പണി ചെയ്താൽ മതി മോളെ. ഞാൻ കുറേ നാളായിട്ട് അടുക്കളപ്പണിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. മോൾ അതുപോലാണോ? ഇതൊക്കെ പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി. അമ്മയ്ക്ക് വയ്യാതാകുമ്പോൾ മോൾ ചെയ്താൽ മതി. നോക്കിയിട്ട് ചെയ്യും മോളെ, കൈ പൊള്ളണ്ട.